ഹമാസിൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ ഗണ്യമായി കുറഞ്ഞിട്ടും ഇസ്രയേലിനെ നിരന്തരം ഇപ്പോൾ ആക്രമിക്കുന്നത് യമനിലെ ഹൂത്തികളാണ്. അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഇനിയുള്ള ഭീഷണിയും അവർ തന്നെയാണ്. നേരത്തെ ചെങ്കടൽ വഴി പോകുന്ന കപ്പലുകളാണ് ഹൂത്തികൾ ആക്രമിച്ചതെങ്കിൽ ഇപ്പോൾ അത് ഇസ്രയേലിലേക്കും എത്തിയിരിക്കുകയാണ്. ചെങ്കടലിൽ ഹൂത്തികളെ ഒതുക്കാൻ വേണ്ടി ബഹുരാഷ്ട്ര നാവിക സേന വരെ അമേരിക്ക സംഘടിപ്പിച്ചിരുന്നു. എന്നിട്ടും അമേരിക്ക ഇസ്രയേൽ അനുകൂല കപ്പലുകളെ ഹൂത്തികൾ നിരന്തരം ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഹൂത്തികളെ പേടിച്ച് വഴിമാറി സഞ്ചരിക്കുകയാണ് മിക്കവാറും കപ്പലുകൾ. ഇതിന് ഒരു അന്ത്യം വരുത്താൻ അമേരിക്ക പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഹൂത്തി മേഖലകളിലേക്ക് വരുന്ന കപ്പലുകളെ തടയാനുള്ള നീക്കം. അതുവഴി ഹൂത്തികൾക്ക് ആയുധം എത്തുന്നത് തടയിടുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം. പക്ഷേ അമേരിക്കയുടെ ഈ പ്ലാനും വിജയിക്കാൻ സാധ്യത വളരെ കുറവാണ്. അമേരിക്കയുടെ മറ്റൊരു പദ്ധതി ഹൂത്തികളെ തീവ്രവാദ സംഘമായി പ്രഖ്യാപിക്കുക എന്നതാണ്. ഇത് രണ്ടും ഫലപ്രദമായി നടപ്പാക്കാൻ അന്താരാഷ്ട്ര പിന്തുണ തേടുകയാണ് അമേരിക്കയും സഖ്യകക്ഷികളും. നിലവിൽ ഐക്യരാഷ്ട്രസഭയുടെ യമൻ നിരീക്ഷണ സംഘം പ്രവർത്തിക്കുന്നത് ജിബൂട്ടിയിലാണ്. ചെങ്കടലിൽ യമന് എതിർഭാഗത്തുള്ള രാജ്യമാണ് ജിബൂട്ടി. ഹൂത്തി മേഖലകളിലേക്ക് വരുന്ന കപ്പലുകളെ UN വെരിഫിക്കേഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ മിഷൻ ഫോർ യമൻ എന്ന സംഘമാണ് പരിശോധിക്കുന്നത്. പക്ഷേ 2016 സ്ഥാപിച്ച ഈ മിഷന്റെ അധികാരം വളരെ പരിമിതമാണ്. ഹൂതി മേഖലകളിലേക്ക് വരുന്ന കപ്പലുകളെ തടയാൻ ഇവർക്കിപ്പോൾ അധികാരമില്ല. അതുകൊണ്ട് തന്നെ UN ഹൂതികൾക്ക് മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള ആ ഉപരോധം നടപ്പാക്കുന്നത് ചെറിയ തോതിൽ മാത്രമാണ്. ഹൂതികൾക്ക് മേലുള്ള ആയുധ ഉപരോധം പൂർണ്ണമായും നടപ്പാക്കാൻ വേണ്ടി യമനിലെ അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധി ടിം ലിൻഡർ കിങ് ജിബൂട്ടി സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഹൂതികൾ എന്ന അൻസാർ അള്ളാഹ് സംഘത്തെ തീവ്രവാദികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താനും ശക്തമായ നീക്കം ഇപ്പോൾ നടത്തുകയാണ്. ഹൂതി നിയന്ത്രണത്തിലുള്ള യമൻ മേഖലകളിൽ നിന്ന് മനുഷ്യാവകാശ പ്രവർത്തകരെ മാറ്റി നിർത്തുകയാണ് അമേരിക്കയുടെ ആദ്യത്തെ ലക്ഷ്യം. എന്നാൽ അമേരിക്കൻ നീക്കങ്ങളെ റഷ്യൻ ഇറാൻ സൗഹൃദം ഉപയോഗിച്ച് മറികടക്കാനാണ് ഹൂതികൾ പ്ലാൻ ചെയ്യുന്നത്. ഹൂതികൾക്ക് വെടിക്കോപ്പുകൾ നൽകാൻ റഷ്യ തയ്യാറെടുക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. നേരത്തെയും റഷ്യ ഹൂതികൾക്ക് ആയുധങ്ങൾ നൽകിയെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇറാന്റെ സഹായവും എക്കാലത്തും ഹൂതികൾക്ക് ഉറപ്പാണ്. ഇത് ഉപയോഗിച്ച് കപ്പലുകൾക്ക് മേലുള്ള ആക്രമണം തുടരാനാണ് ഹൂതികളുടെ നീക്കം. ഗാസയിൽ ഇസ്രയേൽ ആക്രമണം നിർത്തുന്നതുവരെ ചെങ്കടലിലൂടെ പോകുന്ന അമേരിക്കൻ ഇസ്രയേൽ അനുകൂല കപ്പലുകളെ വെറുതെ വിടില്ലെന്നാണ് ഹൂതികളുടെ പ്രഖ്യാപനം. ലോക വ്യാപാരത്തിൻ്റെ 12% ചെങ്കടലിൽ കൂടിയാണ് നടക്കുന്നത്. ചെങ്കടലുമായി ചേർന്ന് കിടക്കുന്ന പശ്ചിമ യമനാണ് ഹൂതികളുടെ കേന്ദ്രം. ചെങ്കടലിലൂടെ പോകുന്ന ഓരോ കപ്പലും സായുധരായ ഹൂതികളുടെ നിരീക്ഷണത്തിലാണ്. 2003 ശേഷം 320 ആക്രമണങ്ങളാണ് ഹൂതികൾ നടത്തിയത്. കപ്പലുകൾക്കെതിരെ മാത്രമല്ല, സൗദിക്ക് മുകളിലൂടെ ഇസ്രയേലിലേക്കും ഹൂതികൾ മിസൈൽ അയച്ചിരുന്നു. പേരുകേട്ട എല്ലാ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയും മറികടന്നെത്തിയ മിസൈലുകൾ അക്ഷരാർത്ഥത്തിൽ ഇസ്രയേലിനെ ഞെട്ടിച്ചിരുന്നു. ഇതെല്ലാം കൊണ്ട് തന്നെ ഹൂതികളെ നിലയ്ക്ക് നിർത്തേണ്ടത് ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ആവശ്യമാണ്. ഹൂതികളെ അമർച്ച ചെയ്താൽ അത് ഇറാനും റഷ്യക്കും കൂടി ഒരു ക്ഷീണമാണ്. എന്നാൽ തന്ത്രപ്രധാന മേഖല കൈയടക്കി വച്ചിരിക്കുന്ന ഹൂതികളെ അത്ര പെട്ടെന്ന് കീഴടക്കുക എളുപ്പമല്ല. അത് മനസ്സിലാക്കിയിട്ടാണ് പുതിയ ഈ തന്ത്രങ്ങളുമായി അമേരിക്ക ഇപ്പോൾ രംഗത്ത് വരുന്നത്.